എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു 6:45 7 മണിയായപ്പോഴത്തേനും വീട്ടിലെത്തി. അപ്പോൾ രാവിലെ വന്ന് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. രാവിലെ സൂര്യ ഞങ്ങൾക്ക് പുട്ടാണ് ഉണ്ടാക്കി തന്നത്. പുട്ടും പഴമൊക്കെ കഴിച്ചു. അതെ, കുറേ ദിവസമായില്ലേ നമ്മുടെ ചേട്ടായി പുട്ട് തിന്നിട്ട്, അതുകൊണ്ട് പുട്ടുണ്ടാക്കി. ഇപ്പോൾ ഇത്തവണ നമ്മൾ വെക്കേഷന് പോയപ്പോൾ കുഞ്ഞിക്കണ്ണനെ കൊണ്ടുപോകാതെ പോയി. അവന് ക്ലാസ് തുടങ്ങിയെന്ന്. പ്രാവശ്യം 10ാം ക്ലാസ്സിലോട്ടാണ്. 10ാം ക്ലാസ്സിലോട്ടെ. പക്ഷേ ഇല്ലേ, തന്നെ പഠിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുത്തിയിരുത്തി പഠിപ്പിക്കണം. ഞാൻ തന്നെ പഠിക്കുന്നത്. പഠിക്കടാന്ന് നമ്മളിങ്ങനെ പറയണം അല്ലേ? അങ്ങനെ ഞങ്ങൾ പഠിച്ചോളും അല്ലേ? അപ്പോൾ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ എണീറ്റില്ലായിരുന്നു. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞ് എണീറ്റ് വന്നത്. എണീറ്റൊന്നുമില്ല, എണീപ്പിച്ചത് ആര്? വാവ. വാവയായിരുന്നു എഴുപ്പിച്ചത്. വാവയെന്ന് പറയുന്ന കുഞ്ഞിക്കിളി കേട്ടോ. കുഞ്ഞിക്കിളി അപ്പോൾ ദാമിക്കുട്ടി വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നെ തലവണി വെച്ച് അടിച്ചു. ഇത്രയും ദിവസം ചോദിച്ചു കിടന്ന് നീ ഉറങ്ങുമല്ലായിരുന്നു, അതുകൊണ്ട്. കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കിളിനെ വാവയെന്നാ വിളിക്കുന്നത്. അപ്പോഴേ നമുക്ക് വണ്ടിയൊക്കെ അകമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ? ഇത്രയും ദിവസം നീ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. രാവിലെ ഡ്യൂട്ടി ചെയ്തോ? അപ്പോൾ ഈ വാക്കം ക്ലീനറൊക്കെ എടുത്തോണ്ടാണോ? നമ്മുടെ വണ്ടിയുടെ അകവും വണ്ടിയുടെ പുറവും മൊത്തം ചെളിയാണ്, അകത്തപ്പടി പൊടിയാണ്. അപ്പോൾ പൊടിയെല്ലാം ഒന്ന് വാക്കം ക്ലീനർ വെച്ച് പിടിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ തുണികളെല്ലാം ഉണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട് ഇറക്കാനായിട്ട്. ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു. ഏതാണ്ട് എടുക്കാൻ കയറിയതാ. അപ്പോൾ ലോഡെല്ലാം ഇറക്കണം ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഡാംകുട്ടി വണ്ടിയിലോട്ട് കയറ്റല്ലേ അതിന് ഇപ്പൊ ക്ലീൻ ചെയ്യുമ്പോ അതിനൊക്കെ കുഞ്ഞിക്കിളി അവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ദാമയാണോ ഒളിപ്പിച്ച് വെച്ചേക്കുക. അതാദ്യം പോയി എടുത്ത് മാറ്റണം. ഇനി ഡാമി കാണാതെ ഒളിപ്പിച്ചു വെച്ച കുറച്ച് കല്ല് എനിക്ക് എയർപോർട്ടിൽ വെച്ച് പണി കിട്ടിയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. പക്ഷെ ഇങ്ങനെ കല്ല് കൊണ്ടുപോകത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിക്കിളിയുടെ വാരിച്ചൊരല്ല കല്ല് എയർപോർട്ടിൽ ഇരിപ്പുണ്ട്. അതുമല്ല, എൻ്റെ ഒരു പൗഡറും അവിടെ വെച്ച് പുത്തൻ പൗഡർ ആയിരുന്നോ. സാരമില്ല, പൗഡർ ഇനി ഇതിനകത്ത് കൊണ്ടിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വാക്കം ക്ലീനറൊക്കെ ആയിട്ട് അതേ കുഞ്ഞിക്കണ്ണ് എത്തിയിട്ടുണ്ട്. വാ, നീ തന്നെ ആദ്യം കയറിക്കോ, ഇനി ഞാൻ പുറകെ കയറാം. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. എപ്പോഴും നമ്മള് പ്രിപ്പറേഷൻ വീഡിയോ ആയിരുന്നു അല്ലെ? ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത്. ഇന്ന് നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ ക്ലീനിങ് വീഡിയോ. ഒരു വണ്ടി പോയിട്ട് വന്നിട്ട് എങ്ങനെ കിടക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. പുത്തേട്ട് ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇതിനകത്ത് 2-3 പേര് കയറിയിട്ടുണ്ട്. 2-3 ഈച്ച കുഞ്ഞിക്കിളി അതിനെ ഓടിക്കേട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡൊക്കെ മടക്കി വെക്കാം. ഇത് നല്ല സാധനം കേട്ടോ. ഇതിലൊരു നല്ല കട്ടിക്കൊരു ഷീറ്റോടെ വിരിച്ചാൽ കിടക്കാൻ നല്ല സുഖമാണ്. ആ പില്ലോ എല്ലാം ഇങ്ങനെ എടുക്കുക. പിന്നെ മുകളിൽ ഇത് കുഞ്ഞിക്കിളി പുതയ്ക്കുന്ന പുതപ്പായിരുന്നു, മടക്കി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ സെറ്ററെല്ലാം ഇതെല്ലാം ഇട്ടേക്കായിരുന്നു മുകളിൽ. ഇന്ന് രാവിലെ ആരും മടക്കാനൊന്നും പോയില്ല, നേരെ വീട്ടിൽ കൊണ്ടുവന്നല്ലേ നിർത്തി. പിന്നെ മടക്കിയാൽ മതിയല്ലോ, പതുക്കെ സമയമുണ്ടല്ലോ. അതെ, തൊപ്പി ദാമിക്കുട്ടി എടുത്ത് വാത്ത് വെച്ചേക്കുമായിരുന്നത്. ഇത് ചിറ്റ ഡ്രസ്സ് കൊണ്ടുവന്ന ബാഗായിരുന്നു. ഞാൻ പിന്നെ അതിനകത്തോട്ട് കഴുകാനുള്ള തുണിയെല്ലാം കൂടി ഇതിനകത്ത് മടക്കി വെച്ചേക്കുമായിരുന്നു. അയ്യോ, നല്ല വെയിറ്റ്. ഇത് മൊത്തം ഇനി കഴുകാനുള്ള. ഇത് തന്നെയല്ല ഉള്ളത്, ഇനിയുണ്ട്. ആദ്യം നമുക്ക് തുണിയെല്ലാം പെറുക്കാന്ന പാത്രം. അച്ഛമ്മയുടെ സെറ്റൊക്കെ ഞാൻ കൂടിനകത്ത് മടക്കി വെച്ചിട്ടുണ്ട് കുറേ. രാവിലെ ഈ അടക്കിപ്പറക്കും കൂടെ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വന്നു കയറിയിട്ടെ കുളിക്കാതെ ഒരു സുഖമില്ല. കുളിച്ചപ്പോഴും ഒരു ആശ്വാസമായത് നമ്മുടെ കുഞ്ഞു വാക്കം ക്ലീനർ. ഇത്ര സ്ഥലത്ത് കൊള്ളാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കൊള്ളിച്ചിട്ടുണ്ട്. തീർന്നോ? ബെർത്ത് കാലി. സെറ്ററെല്ലാം കൂടെ ഞങ്ങൾ ഈ കവറിനകത്തോട്ടാക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ തൊഴിലാളി. ഇന്ന് ഇഷ്ടംപോലെ പണിയുണ്ട് ഈ തൊഴിലാളിക്ക്. തുടങ്ങിക്കോ, ചുമ്മാ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആവട്ടെ. ഇനി വണ്ടി കഴുകാനും തുടയ്ക്കാനും ഒക്കെ കിടക്കുക, അത് വേറെ. എന്നിട്ട് വേണം പിള്ളേരോട് വഴക്കുണ്ടാക്കാൻ. ദിവസം വഴക്കുണ്ടാക്കാതിരുന്നതിന്റെ ക്ഷീണം തീർക്കണം. ഒരു സൈഡിൽ പിടിച്ചു എന്നാ. അത് മൊത്തം കഴുകാനുള്ളതാണോ? ഇതെല്ലാം കഴുകാനുള്ള. വെയിറ്റ് ഇല്ലാത്ത തുണിയല്ല അതിൻ്റെ അടിയിലായിപ്പോയി, സെറ്ററെല്ലാം. ഇത് കുഞ്ഞിക്കിളിയുടെ തുണി മാത്രം കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, എല്ലാം ചെറിയ തുണിയല്ലേ. ചെറിയൊരു കൊട്ടയിൽ ഒതുക്കി. അതെ, കബോർഡിനകത്ത് ഒന്നും എഴുതില്ല, ഇനിയുണ്ട്. ഇനി നമ്മൾ കബോർഡുകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അതെ, നമ്മുടെ നോനോട് തൊട്ടി. അതെ, ഇത് കഴിഞ്ഞ ദിവസത്തോടെ എന്നോട് ചോദിച്ചത് എന്ത് ചെയ്യുന്നു, എൻ്റെ തൊട്ടി എന്ത് ചെയ്യുന്നു. എന്നാ പറിച്ചോണ്ടേ? പല്ല് അവിടെ വെച്ച് പല്ല് പറിച്ചില്ലേ കുഞ്ഞിക്കിളിയുടെ? എവിടെ വെച്ചായിരുന്നു നമ്മൾ പറിച്ചേ? എനിക്കറിയില്ല. സിക്കിമിലാണോ പല്ല് പറിച്ചേ?
ഡാർജിലിംഗ് വെച്ചെങ്ങാണ്ട വല്ല ഇറച്ചേ. ഡാർജിലിംഗ് വെച്ചാ. ആ ശരിയാ. ആന്റിയമ്മ പറഞ്ഞോണ്ടേ സൂക്ഷിച്ചു വെക്കുന്ന. ഞാൻ വെറുതെ പറഞ്ഞ പണ്ട് ഞാൻ ഡാർജിലിംഗ് പോയപ്പോ പറിച്ച പല്ലാന്നും പറഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ച. അതേപടി എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന്. എന്തോ ഒരു അനുസരണയാന്നൊക്കെ. എങ്ങോട്ടാ ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അവിടെ ചോദിക്കണം. ഓരോന്നോരോന്ന് എടുത്തോണ്ടിരിക്കുക. നീ കുറച്ച് ബെഡിന്റെ അടിയിലായിരിക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് ഇത്രയും സാധനം നമ്മൾ കൊണ്ടുപോയതാണോ അച്ഛമ്മ? എനിക്കും അറിയത്തില്ല. വീട് കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാ. ഞാൻ പറയാണ് ഇതെല്ലാം അലക്കി ഇതിന്റെ അകത്തോട്ട് തന്നെ മടക്കി വെച്ചാൽ മതി, എപ്പോഴും എടുക്കണ്ട, എളുപ്പം. ഇനിയും കുറച്ച് വെച്ചാൽ മതി. നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് എപ്പോഴും പോകുന്നില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് അത്യാവശ്യത്തിന് കുറച്ച് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇനി 1 വർഷം എടുക്കും എല്ലാരും കൂടെ പോണമെങ്കിൽ. ഇനി 1 വർഷം എടുക്കും. ഇടയ്ക്ക് ഷട്ടില് പോലെ ലോക്കൽ ട്രിപ്പ് പോലെ അടിക്കും. ഇടയ്ക്ക് 1 വർഷം എടുക്കുന്നതിന് ഞാൻ പോകും. കുളി കഴിഞ്ഞപ്പോഴേ വീടിന് ചുറ്റും ഒരു നടത്തമായിരുന്നു. അന്നപ്പോഴേ എന്റെ സെറ്റലോട് കടുങ്കാപ്പി ഞാൻ തന്നെ ഒഴിച്ചില്ലേ, അത് കഴുകിയിടണ്ടേ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കേറാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുക, ഓണൊക്കെ അടിച്ച് ഇവിടെ അങ്ങനെ നോക്കിയോ റോന്ത് വിറ്റാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറാതെ നിങ്ങൾ വിളിക്കാത്തോണ്ടാ കയറാത്തെ. വീടും പരിസരവും ഒക്കെ പോയ പോലാണോ നോക്കാൻ വന്നത്? വീട് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? മഴയൊക്കെ പെയ്ത് ചേനയൊക്കെ കിളുത്തോന്നറിയാനായിട്ട്. ഇച്ചിരി കഴിയുമ്പോ ചോറിന ആള് വരും. കാര്യം ശരിയായില്ല. പോരാ. അതെ, രാമയ്ക്ക് വിശക്കെന്ന് പറഞ്ഞേ. രാമി എന്നോട് വന്ന് പറഞ്ഞു കൊലോസ് കൊടുക്കാറ്. ഞാൻ അവിടെ എല്ലാം തേക്ക് കണ്ടില്ലെന്ന്. കൊലോസല്ല, കെലോസ്. അയ്യോ, അതേ മഴ പെയ്യാൻ തുടങ്ങി. വേഗെടുക്ക്. ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോ. ചേട്ടാച്ചനും തീങ്ങി വിളി. അവനൊരു ബാഗ് നോക്കി അവിടെ ഇപ്പൊ നീ എന്തിനാ മഴ ഉള്ളൂ? അത് നീ കൊണ്ടു വെച്ചിട്ടാ. അതെ, ആ മാറ്റി നനയുന്നടാ കുഞ്ഞി. അത് ഓരോന്നും കൊണ്ടുപോ, അതെ എടുത്തോണ്ട് പോ. അച്ഛമ്മ മഴ പെയ്തപ്പോ തുണി എടുക്കാൻ ഓടി. ഞാൻ പറഞ്ഞ അച്ഛമ്മ ഓടട്ടെ, കുഞ്ഞിക്കിളി ഓടുന്നു. കുഞ്ഞിക്കിളി അയ്യോ അച്ഛമ്മ പോകല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകാൻ. അച്ഛമ്മ അതേ സ്പീഡിലാണ് ഓടിയത്. ഒരാള് മഴ നനഞ്ഞ് നടക്കുക കൊച്ച. ഞാനും പോയി നനഞ്ഞോട്ടെ. സ്കൂളിൽ പോകുന്ന പിള്ളേരൊന്നും നനയാൻ പാടില്ല. ഇത് രാമി സ്കൂളിൽ പോന്ന പിടിക്കാം. അവിടെ ഒന്നും പറയുന്നുണ്ട്. തണുപ്പിനുള്ള കുറേ സാധനമൊക്കെ ഇതിൻ്റെ അടിയിലാണ് വെച്ചിരുന്നത്. കുറച്ച് സ്വെറ്റർ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഇത് കമ്പിളിയൊക്കെ കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, ഒന്നും എടുത്തിട്ടേ ഇല്ല. അതിനുള്ള തണുപ്പില്ലായിരുന്നല്ലേ. തണുപ്പിലോട്ട് അധികം പോകാൻ പറ്റില്ല, മഴയെല്ലാം പ്ലാനുകൾ മാറ്റിക്കളഞ്ഞു. ഫ്രിഡ്ജിനകത്ത് ഒത്തിരി സാധനമൊന്നും വെച്ചില്ലായിരുന്നു. നിങ്ങൾ കുറച്ച് മേടിച്ച ബട്ടറും പിന്നെ ഇച്ചിരി പച്ചക്കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചാറൊക്കെ വെച്ചിരുന്നോണ്ടുണ്ടല്ലോ, ഇതിനകത്തെല്ലാം അച്ചാറിൻ്റെ എണ്ണയൊക്കെ മേടിച്ചിട്ട് ആയിട്ടുണ്ട്. ഈ താഴത്തെ തട്ടയിൽ ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ചെയ്തു. ഈ ട്രേ എല്ലാം കൂടെ കഴുകി അതിനകത്തോട്ട് വെച്ചാൽ മതി. ഇവിടെ വെച്ചെന്നെ കഴിയാൻ നോക്കുവാണെങ്കിൽ ആ പണിയൊക്കെ. അതെ, അത് മതി. തുണി കുറേച്ചേ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പം അരി കൊണ്ടുപോയാൽ കുറച്ച് അരി മിച്ചമുണ്ട്, ഒരു 5-8 കിലോ അരി മിച്ചമുണ്ട്. ബാക്കിയൊക്കെ ചിലവായി. ബാക്കിയൊക്കെ ചിലവായി. പിന്നെ കുറച്ച് കടലയൊക്കെ ബാക്കി വന്നില്ലേ? ഒരു പാക്കറ്റ് കടല ഉണ്ടായിരുന്നു, കടല വെച്ചില്ല നമ്മൾ. പിന്നെ ചെറുപയർ കൊണ്ടുപോയി വെച്ചില്ല. അങ്ങനെ കുറച്ച് സാധനമുണ്ട്. പിന്നെ കുറച്ച് അവല് കൊണ്ടുപോയി, അതും ഉണ്ടാക്കിയില്ല. പഴം കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കിയില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ചപ്പാത്തി പലക കൊണ്ടുപോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയില്ല. ചപ്പാത്തി 8-9 പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്. അതെല്ലാം വേഗം ഗോതമ്പ് ദോശ ഇടുന്നു, അതാണ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ഡ്രസ്സെല്ലാം ഏകദേശം ഇറക്കി തീർത്തു. ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊണ്ടൊക്കെ എടുക്കൂടാ. 4 തേങ്ങ മിച്ചമുണ്ട്, ബാക്കിയൊക്കെ ഞങ്ങൾ തീർത്തു. 4 എണ്ണേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേ സാധിച്ചുള്ളൂ. ഇനിയിപ്പോഴേ നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കിച്ചൺ. അതെ, ഇതിനകത്ത് മുളക് പൊടിയൊക്കെ തീർന്നു. പിന്നെ ഉണ്ണിച്ചേട്ടന് വന്നപ്പോൾ കുറച്ചുകൂടെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കാപ്പിപ്പൊടി, പഞ്ചസാര എല്ലാം ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് മേടിച്ചായിരുന്നല്ലോ. പിന്നെ ചെറുപയറും പരിപ്പും കടലയൊക്കെ ഇരിപ്പുണ്ട്. എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇതിനകത്ത് തന്നെ ഇരുന്നാൽ പോരെ. പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്തെ പാത്രങ്ങളുണ്ട് കുറേ, അതെല്ലാം എടുത്തൊന്നുകൂടെ കഴുകി പെറുക്കി വെക്കുക. 4-5 ഭരണി അച്ചാറും കൊണ്ടുപോയതാണ്.
അതിനകത്ത് ഈ 2 ഭരണി ഇത് കാലിയായി, പിന്നെ ഒരു മാങ്ങാഭരണി ഉണ്ടായിരുന്നു, അതും തീർന്നായിരുന്നു. പിന്നെ ഇത് നാരങ്ങാച്ചാർ, ഇത് രണ്ടും തീരാറായിട്ടിരിക്കുന്നു. 2 ടൈപ്പ് നാരങ്ങാച്ച. അതെ, കറിനാരങ്ങയും ചെറുനാരങ്ങയും. അപ്പോൾ അത് സ്റ്റൗവും സിങ്കും ഒക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത്, ഇനിയും ബാത്റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിക്കണ്ണ് വിട്ട് കൊടുക്കുക. പിന്നെ കുഞ്ഞിക്കണ്ണ് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. അതെ, പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി എല്ലാം തീർന്നു. കുഞ്ഞിക്കണ്ണ, 1 മാസത്തെ പൊടിയുണ്ട് കേട്ടോ, നല്ല പോലെ പിടിച്ചോണം. ഞങ്ങൾ ചെറിയ വാക്വം ക്ലീനർ വെച്ച് പിടിച്ചതാ, എന്നാലും പോരാ, ഇത് വെച്ച് പിടിച്ചാലേ ശരിയാവുള്ളൂ. ആ, എന്നിട്ട് ഈ സൈഡെല്ലാം തുടയ്ക്കണേ. കാര്യം പോകുന്ന വഴിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം കഴിവുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെയൊക്കെ വെള്ളത്തിനൊരു ഈ ക്ലോറിൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ട് ഒരു പാണ്ടും പുള്ളിയും പിടിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തോരം കഴുകിയാൽ. അതെ അതെ. അപ്പോൾ അങ്ങനെ വണ്ടിക്കകത്തെ ലോഡെല്ലാം ഇറക്കി ഞങ്ങൾ വാക്വം ക്ലീനറൊക്കെ പിടിച്ച് വണ്ടിക്കകത്തെല്ലാം ക്ലീൻ ചെയ്തു. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു, വാഷ്റൂം ക്ലീൻ ചെയ്തു, അടുക്കളയൊക്കെ നീറ്റാക്കി, എല്ലായിടവും സൂപ്പറാക്കി. എല്ലാ ഷട്ടറും ഇട്ടേട്ടാ, ഇനി നമുക്ക് നമ്മുടെ പണി തീർന്നു കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ നല്ല നീറ്റാക്കി, അകവും നീറ്റാക്കി, പുറവും നീറ്റാക്കി, നല്ല കഴുകി കുട്ടപ്പനാക്കി. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്, വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ചേട്ടായും രാജേഷും മൊത്തം കൂടെ പോകുന്നത്. ഇപ്പോൾ ഇതിലെ സ്കൂൾ ബസ് വരാൻ തുടങ്ങും, പിന്നെ ഇത് ഇറക്കിക്കൊണ്ട് പോകാൻ വലിയ പാടാണ്. അപ്പം പതുക്കെ വണ്ടി എടുത്ത് മുന്നേ പൊക്കോ, മൊത്തം അവിടെ കാപ്പ് കുടിക്കുന്നേ ഉള്ളൂ. അതെ, കുഞ്ഞിക്കിളി സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നു. ചേട്ടാച്ചൻ റെഡിയായില്ലേ? ഇല്ല ഇല്ല, കുഞ്ഞിക്കിളിയാണ് ഫസ്റ്റിൽ റെഡിയാവുന്നത് കേട്ടോ. ചേട്ടാച്ചൻ പതുക്കെ പുറകെ വരത്തേ ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ പോയിട്ട് കേട്ടോ. വന്നു കഴിഞ്ഞ് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ പിടിച്ചു, അതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്തിനാണ് പോകുന്നത്, ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. വണ്ടിക്ക് കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പം ഓടിക്കുന്നില്ലായിരുന്നോ? അല്ല, രാവിലെ കൊച്ച ഓടിക്കാൻ കയറിയ ഇല്ല, ഇവിടെ വരെ പോയാൽ പോരെ. താൻ കുറച്ച് ഓടിക്കാം, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങാം. താൻ കുറച്ച് ഓടിച്ചോ. രാവിലെ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല. ഇവിടെ സിഗ്നൽ ഇത് ഓഫ് ചെയ്തെന്ന് തോന്നുന്നു, ഇവിടുത്തെ സിഗ്നൽ അല്ലേ? ഓഫ് ചെയ്തേക്കാം. അല്ല, ഓണാക്കുമ്പം ഇവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പാല റോഡിലെ സിഗ്നലേ ഓണാക്കുമ്പം നല്ല ബ്ലോക്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. ചില സമയത്ത് തിരക്കുള്ളൂ. അപ്പോൾ രാവിലെ ഇന്ന് എറണാകുളത്ത് കൊണ്ട് വണ്ടി കൊടുക്കുക. ചിലപ്പോൾ ഇന്ന് കിട്ടത്തില്ല, 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. മൊത്തം ഒരു ഫുൾ ബോഡി ചെക്കപ്പ്. അതെ, ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് പിന്നെ വേറെ ചില്ലറ പണികൾ വേറെ ഉണ്ട്. അപ്പം ഇത് മെക്കാനിക്കലി ഉള്ള പണികൾ. ഒരു അലൈൻമെൻറ്റ്, ഒരു ടയർ വെട്ടി തരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ സർവീസായോ? സർവീസ് ആയിട്ടില്ല. ഇല്ലല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ണിബ്രോയും കൂടെ വിളിച്ചിരുന്നായിരുന്നു. ഉണ്ണിബ്രോയ്ക്കും ചെറിയ ജലദോഷമൊക്കെ. അത് എനിക്ക് തുടങ്ങിയതാ. സൗണ്ട് ഇല്ല, ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. എനിക്ക് തുടങ്ങിയതാ. അത് എനിക്ക് ചെറിയ ജലദോഷമായിട്ട് തുടങ്ങി, അത് ചെറിയതായിട്ട് പനിച്ചു. അത് തന്നെ ദാമിക്കുട്ടിക്ക് അതുപോലെ തന്നെ വന്നു, കുഞ്ഞിക്കിളിക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിക്കും വന്നു. അപ്പം അതുകൊണ്ട് ഉണ്ണിക്ക് സൗണ്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ണിയും കൂടെ വന്നേനെ. ഏതായാലും പോയിട്ട് വന്നിട്ടായതുകൊണ്ട് കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഒരു ദിവസം മുന്നേ തമിഴ്നാടൊക്കെ എത്തിയപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞ് വണ്ടി കഴിയുന്ന സമയത്ത് മഴ നനഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ അവിടെ ഒക്കെ നനഞ്ഞില്ലായിരുന്നു, ചോരയിലൊക്കെ മഴ നനഞ്ഞില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. നാട്ടിൽ വന്നപ്പോഴാണ് കാലാവസ്ഥ പിടിക്കാത്തതെന്ന് തോന്നല്ലോ. അതെ, ഇവിടെ നല്ല മഴയല്ലേ. തണുപ്പിന്ന് അതാ, അതുകൊണ്ട് ഇപ്പം വലിയ ചൂടില്ലെങ്കിലും പക്ഷെ ചൂട് അങ്ങോട്ട് വരും, ഭയങ്കര ആവിയോ ഒക്കെ. അത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേ മാറുള്ളൂ. ഇത്രയും ദിവസം ചൂടില്ലാത്ത അന്തരീക്ഷത്തിലും പിന്നെ ഈ വണ്ടിക്കകത്തിലായിരുന്നു, AC യിലല്ലായിരുന്നു ഫുൾ ടൈം. അതൊരു കാര്യമാണ്. രാവിലെ വഴിയെല്ലാം കാലിയാണ്, അല്ലെങ്കിൽ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടാവുന്നത് എന്താണെന്നറിയില്ല. തിരക്ക് വേണം, ഇങ്ങനെ കിടക്കുന്നതല്ലേ നല്ലത് ഇതാ. അല്ല, സാധാരണ ഞാൻ ഇച്ചിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞത്, പ്രതീക്ഷിച്ച നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞു. എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല, കവക്കെട്ടൊന്നും മാറിയില്ല നല്ലപോലെ. കുറച്ച് സമയം എടുക്കും, കവക്കെട്ട് പിടിച്ചാലേ കുറച്ച് ദിവസം എടുക്കും. ചെറിയ ചുമയുണ്ട്, രാത്രിക്കൊക്കെ ചുമയ. നമ്മുടെ ഉണ്ണിബ്രോയുടെ സ്ഥലമായത് കോതനല്ലൂര്. ഇവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കിയേ. ഇവിടെ ഒന്നും നിൽക്കാൻ സാധ്യതയില്ല, സൗണ്ട് ഇല്ലല്ലോ. കോതനല്ലൂർ ദേവീക്ഷേത്രം. അടുത്ത ഒരാളെയും കൂടെ സർവീസിന് കൊണ്ടുപോകാനുണ്ട്, കയറ്റാനുണ്ട്.
അതെ, മെയിൻ ഡ്രൈവറെ ഇതുവരെ സർവീസിന് കൊണ്ടുപോയില്ല. അതെ, സർവീസ് ബുക്ക് ചെയ്തോ? ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പോയാൽ മതി. കടുത്തുരുത്തി ആക്കിയാലും ബൈപ്പാസ് ഓപ്പൺ ആയി, അതുകൊണ്ട് ആ ടൗണിലെ തിരക്കങ്ങ് മാറി. അപ്പോൾ നമ്മൾ തലയോലപ്പുറം എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോവാം. ചോറ്റാനിക്കര കളമശ്ശേരി വഴി അങ്ങ് പോവാം. KSRTC ലിങ്ക് ബസ്. ഈ ലിങ്ക് ബസ് എന്ന് പറയുന്നത് നമ്മളെ ചെറിയ ഗ്രാമങ്ങളെ മെയിൻ ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് ആയിരിക്കും. മിനി ബസ്സാണ് അത് കേട്ടോ. എറണാകുളം കുമളിയിൽ നിന്ന് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മൾ കാഞ്ഞിരമറ്റമായി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ നല്ല ട്രിപ്പായിരുന്നു. പിന്നെ സിക്കിം അധികം കറങ്ങിയില്ലല്ലോ. ഞാനിവിടുന്ന് സിക്കിമാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ചാടിത്തോട്ട് പോയതാ. അങ്ങനെ പറഞ്ഞു തന്നെയായിരുന്നു പോയത്. പ്ലാൻ ചെയ്തു അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ സമയം പോയി, താമസിച്ചു പോയി. അതെ, പിന്നെ അത് തന്നെയല്ല, അവിടെ ചെന്ന് ഒന്ന് എല്ലായിടത്തോട്ടും പോകാൻ ഭയങ്കര തിരക്കായി. പിന്നെ കാലാവസ്ഥ വളരെ മോശം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടാക്സിക്കാരനായിട്ടുള്ള അവിടക്കായി. അതുകൂടെ കണ്ടപ്പോ നമ്മുടെ മനസ്സ് പിന്നെ നാളെ പോണമെങ്കിൽ ഇതുപോലെ ടാക്സിക്കാരൂടെ തന്നെ വേണ്ടേ പോകാൻ നിർത്തപ്പോ പിന്നെ വേണ്ട തോന്നി. പിന്നെ കാലാവസ്ഥ ഭയങ്കര മഞ്ഞല്ലായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് മഞ്ഞും മഴയും. ചെന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല, ചുറ്റിനും മഞ്ഞ് മാത്രം. അതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റ് നല്ല ഉള്ള സമയത്ത്, നല്ല കാലാവസ്ഥ ഉള്ള സമയത്തൊന്ന് അടുത്ത സിക്കിമിന് മാത്രമായിട്ട് പോകണം. മഞ്ഞില്ലാത്ത സമയത്ത് പോകണം. മഞ്ഞില്ലാത്ത സമയത്ത് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ പോകണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മുടെ വണ്ടിക്ക് പെർമിറ്റ് എടുത്ത് അങ്ങനെ പോകണം, വേറെ വണ്ടിയെ പോയാൽ ശരിയാകില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്നറിയാം, നമുക്ക് ആ മേഘാലയ വേണേ സിക്കിമിൽ എന്തായാലും വന്ന് മര്യാദയ്ക്ക് പോകാൻ പറ്റിയില്ല. നേരത്തെ ആദ്യം സിക്കിമിൽ കയറിയിട്ട് പോയാൽ നമുക്കിത് മനസ്സിലായേനെ. നമുക്ക് ആ മേഘാലയെന്ന് വരെ നാഗാലാൻഡോ അങ്ങനെ പോവായിരുന്നു. പക്ഷെ അതിനുള്ള ദിവസം ഇല്ലായിരുന്നു. അത് സ്കൂള് തുറക്കുന്നതിന് തിരിച്ചെത്തണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ പോകാൻ നിൽക്കുന്നതുകൊണ്ടാവും പ്രശ്നം. അപ്പൊ ഞങ്ങള് തന്നെ ഇനിയിപ്പോ ഒന്ന് പോവാം. അത് പഠിക്കുന്ന പിള്ളേരെല്ലാം വീട്ടിൽ എത്തിയിട്ട് പോയപ്പോലെ, പഠിക്കുന്ന പിള്ളേരെയും പിള്ളേരുടെ മാതാപിതാക്കളെ. അയ്യോ, അപ്പൊ പഠിക്കാത്ത പിള്ളേരെ കൊണ്ടുപോവാ അല്ലേ? പഠിക്കാത്ത പിള്ളേരെ അല്ല, പഠിത്തം കഴിഞ്ഞ പിള്ളേരെ കൊണ്ടുപോകാം. കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ബ്രേക്ക് ഉണ്ടല്ലോ. അല്ല, ബ്രേക്കിനൊന്നും കുറവില്ല. ബ്രേക്കിന് കുഴപ്പമുണ്ടോ വണ്ടിക്ക്? ഇല്ല, കുഴപ്പമില്ല, ബ്രേക്ക് ഉണ്ട്. മുളന്തുരുത്തി എത്തി നമ്മള്. ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ടായി. നേരത്തെ വരുമ്പോ എപ്പോഴും ഇവിടെ കുറെ നേരം ഏതൊക്കെ ആയാലുവേ ഇവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് വന്നതുകൊണ്ട് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവായി. അല്ലെങ്കിൽ ഇത് പണ്ടാ വഴിയല്ലായിരുന്നു. ഇവിടെയാണ് മുത്തിന് കുറെ ഗേറ്റട കിട്ടിയ സ്ഥലമാണ്. ഇനിയിപ്പോ ഗേറ്റട കിട്ടുകയല്ല മുത്തേ. കിട്ടുകയല്ല. ഞാൻ കോളേജിൽ പോകാൻ ഇതുവഴിയല്ലേ വരുന്നേ. എപ്പോ വന്നാലും ഇവിടെ ഗേറ്റട. അപ്പൊ രാവിലെ കാപ്പി കുടിക്കാതെ വീട്ടിൽ നിന്ന് പോരുന്നല്ലേ? ഇവിടെ ഗേറ്റട കഴിച്ചിട്ടാണ് പോകുന്നത് എന്നും. എന്നും വന്നാലും ഗേറ്റട. ഞാൻ രാവിലെ വരുമ്പോഴും എനിക്ക് ഇവിടെ അവിടെ കിട്ടും, വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും കിട്ടും. അതാണ് എന്റെ രസം. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെങ്കിലും കുറെ സമയം പോവായിരുന്നു. എത്ര നാളുകൊണ്ടാ ഈ ഓവർബ്രിഡ്ജ് പണി തീർന്നറിയോ? പാലം പണിത് എത്ര നാള് കിടന്ന് അപ്പുറം ഇപ്പുറം കൂട്ടിമുട്ടിക്കാതെ വർഷങ്ങൾ കിടന്നു. തിരുവാങ്കുളം, കണ്ടനാട്, ചോറ്റാനിക്കര എത്തി നമ്മള്. രാവിലെ വന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോയിരുന്നു. രാവിലെ നേരത്തെ വരണമായിരുന്നു. അതെ, നേരത്തെ പ്ലാൻ ചെയ്യണമായിരുന്നു. തിരുവാങ്കുളത്ത് വന്നപ്പോഴാണ് ചെറിയൊരു തിരക്ക് കാണുന്നത് അല്ലേ? അതെ, ഇതുവരെ ഒരു തിരക്കും ഇല്ലായിരുന്നു. കേട്ടോ, നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. ഇപ്പൊ ആ റോഡ് തിരക്കില്ല എന്നുള്ള വിഷമം അങ്ങ് മാറിയില്ലേ? അല്ലെങ്കിലും എറണാകുളത്തേക്ക് വരുമ്പോ നമുക്ക് എന്താണേലും തിരക്കുണ്ടാവുമല്ലോ. ബാക്കിയുള്ളവനിവിടെ തിരക്ക് കാണല്ലേ എന്നോർത്ത് വരികയായിരുന്നു. അല്ല, വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടണം. ഇച്ചിരി ട്രാഫിക്കിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചാലേ എങ്കിലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ അല്ലേ? ഇല്ല, തിരക്കില്ലാതെ ഓടിച്ചാലും ഫീലൊക്കെ കിട്ടുമല്ലേ? എന്നാലും കേരളത്തിന്റെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോ. എറണാകുളത്ത് ശേലം ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു എറണാകുളത്ത് വന്നെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഇതിലേ വന്നിട്ടൊക്കെ ഒത്തിരി കാലമായി നോക്കിയാൽ. ഇത്രയും മറ്റവിടെ തൂണൊക്കെ ഇത്രയും ആയല്ലോ. സ്പീഡപ്പായിട്ട് പണി നടക്കുന്നുണ്ട്. ഇതല്ലേ ഐഷറിന്റെ ഇലക്ട്രിക് വണ്ടിയൊക്കെ നമ്മുടെ ഇവിടെ വന്നല്ലോ. KSRTCയുടെ ചെറുവണ്ടികൾ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകാൻ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ ഇനി ഇങ്ങനെ കറങ്ങിയല്ലേ പറ്റുള്ളൂ. അതെ, ട്രാഫിക് കാരണം ഇങ്ങനെ ആക്കിയത്. അപ്പൊ നമ്മള് NH66 വന്ന് കയറി. അതെ, ചെറിയൊരു തിരുത്തുണ്ട്. NH66 NH 544. 66 അവിടെ എടപ്പള്ളിന്ന് അവിടുന്ന് പോകും. 544. നമ്മള് കളമശ്ശേരി എത്തി. ഇവിടുന്ന് പാതാളത്തിലേക്ക് പോകുന്നോ? ലെഫ്റ്റിലേക്ക് പോയ പാതാളത്തിൽ ഇപ്പൊ മാവേലിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരായിരുന്നു. അതെ, മാവേലി വരാറായി, വലിയ താമസമില്ല. അതെ, വിശേഷമൊക്കെ തിരക്കി പോരായിരുന്നു. നമ്മുടെ വോൾവോയുടെ ഒക്കെ കോലം കണ്ടോ? അതെ,
ഇങ്ങോട്ടെ ഈ എറണാകുളത്തിന് ഈ വണ്ടി സർവീസിന് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ നല്ലൊരു സമയം എടുക്കും. അതെ, ഒരു ദിവസം പോകും. ഒരു ദിവസം പോകാം. കാര്യം ദൂരം കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി ഓടിയെത്തണ്ടേ. മാർത്താണ്ഡവർമ്മ ബ്രിഡ്ജാണ്. ആലുവ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഈ പാലമല്ലേ നമ്മുടെ മനസ്സിൽ ഓർമ്മ. അതെ അതെ, ആലുവ പാലെന്നേ പറയത്തുള്ളൂ. നമുക്ക് അത്താണിയിലേക്കാണ് പോകേണ്ടത്. അത്താണിയിലാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. നമുക്കിനി ഭാരത് ബെൻസി കഴിഞ്ഞിട്ട് വേറെ പണിയില്ല വണ്ടിക്ക്. ഉണ്ട്, ഓജസിലൊന്ന് പോകണം. കുറച്ച് ചില്ലറ പരിപാടികൾ അവിടെ ഉണ്ട്. വേറെ പണിയില്ലെന്നോ, മറന്നു പോയോ എന്താന്നുള്ളത്. ചെറിയൊരു ചോർച്ച. ചോർച്ചയാണോ മെയിൻ സംഭവം? മറന്നുപോയി. അതെ അതെ അതെ. മറന്നുപോയിട്ടില്ല വാഷ്റൂം. നമ്മളെ അതിന്റെ ക്ലോസറ്റിന്റെ ഫ്ലഷിന്റെ സ്വിച്ച്, അതെ, അതിന്റെ എന്താ കംപ്ലൈന്റ് ആണോ അതിന്റെ റിലേഡ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ഉണ്ട്, അതാ മെയിൻ. അതെ. അപ്പൊ ഇത് ഇവിടത്തെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ട്, അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, വേറെ ചില്ലറ പരിപാടിയും കൂടെ ഉണ്ട് ഓജസ് ചെയ്യാനുള്ള. വേറെ 1-2 കേസ് കൂടെ ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ ഡ്രൈവർ, ഇപ്പൊ ഓടിക്കുന്ന ഡ്രൈവർ കുറെ ഉരച്ചിട്ടുണ്ട്, ഈറ്റ കൊണ്ട് ഉരച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഞാൻ തലകുലിച്ച വണ്ടി താഴുകയല്ല. അപ്പൊ നമ്മള് നോക്കണം, ഇങ്ങനെ ഇരുന്ന് തിരിക്കണം. അപ്പൊ കൊറേ ഈറ്റ എല്ലാം ഉരച്ച് പെയിന്റ് എല്ലാം ഒത്തിരി പോറിയിട്ടുണ്ട്. പെരിയാർ നദിയാണിത്. പെരിയാറേ പെരിയാറേ. ഞാൻ ആലോചിച്ചോട്ടെ, അത്ര അറിയത്തുള്ളൂ, പെട്ടെന്ന് അത്ര വന്നുള്ളൂ. പിന്നെ പർവ്വത നിരയുടെ പരിനീര്, അതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ. അതെ, നല്ല പാട്ടല്ലേ. അപ്പോൾ നമ്മള് അത്താണി ഷോറൂമിലെത്തി. ഇവിടെ പിന്നെ എപ്പോൾ വന്നാലും നല്ല തിരക്കാതെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. വണ്ടി നമ്പരും കിലോമീറ്ററും ഒക്കെ പറഞ്ഞോട്. കിലോമീറ്ററും ഹവറും ഒക്കെ ഹവറും വേണം, മണിക്കൂർ. ഫുള്ള് വണ്ടിയാടാ, ഇടാൻ ഇടയില്ല. അതെ, വണ്ടിയെല്ലാം ഇവിടെ കൊടുത്തു. പക്ഷെ ഇന്ന് പണിക്ക് എടുക്കുകയല്ലോ കേട്ടോ, നാളെ എടുക്കുള്ളൂ. അതെ അല്ലേ, അതാ വെയിറ്റിംഗ് ഫോർ റിപ്പയർന്ന് കൊടുത്തു. വെയിറ്റിംഗ് അതാ. അപ്പോൾ 2 ദിവസം ആവും ഇവിടെ. എന്നാണത്. പിന്നെ ക്ലച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ക്ലച്ച് റിസ്ക് ഒക്കെ മാറി നമ്മൾ ഈ മല തന്നെയല്ലേ എപ്പോഴും. അപ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇതേ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം സച്ചു ബ്രോ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ നമുക്ക് അങ്ങ് പോകാം. പോയേക്കാം. അപ്പൊ സച്ചു ഇവിടെ ഉണ്ടായിരുന്നോ? നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് പോകുന്ന ശരിയായില്ല. ഞങ്ങൾ പിന്നെ എവിടെ എല്ലാം പോയെന്ന് കണ്ടായിരുന്നല്ലോ. പോരണ്ടായിരുന്നു തോന്നി അല്ലേ. എന്നിട്ടും പിന്നെ കറക്കമായിരുന്നു ഞങ്ങൾ അറിഞ്ഞു. പറ്റിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മേഘമല പോയി. അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രാവിലെ പോയി ഞങ്ങൾ വൈകുന്നേരം 1 ഡേ ട്രിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തു. രാവിലെ പോയിട്ട് വൈകിട്ട് വന്നോ? അതിന്റെ മേഘമലക്ക് പോയി. രാവിലെ 5:30 പോയി, അവിടെ ഉച്ചയായപ്പോ ചെന്നു. അവിടെ നേരെ തിരിച്ചു വന്നു. അങ്ങനല്ല ടൂർ പോകണ്ട കേട്ടോ. ടൂർ ഞങ്ങള് വണ്ടി ഓടിക്കാൻ വേണ്ടി പോയതാ. അതിനൊക്കെ ഏതൊക്കെയാലും ഇത്രയും നമുക്കെല്ലാം കഴിച്ചിട്ട് പോകാം കേട്ടോ. വിശക്കുന്നുണ്ട്. ദോശക്ക് മൈലേജ് കിട്ടിയില്ല. അതും രാവിലെ പോന്നല്ലേ. അപ്പൊ നമ്മള് ഓരോ ബിരിയാണി പറഞ്ഞു. ഓരോ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി, സിംഗിൾ ബിരിയാണി ഞാൻ പറഞ്ഞത്. തിരിച്ച് നമ്മൾ എയർപോർട്ടിൻ്റെ അതിലാണ് വരുന്നത്. എയർപോർട്ട് കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ഏറ്റുമാനൂർ. സോളാർ പാടം. നമ്മുടെ സോളാർ പാടം. ദി വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. സോളാർ എനർജി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ പാർക്കിംഗ് ഒക്കെ സോളാർ പാനലാണ് മുകളിൽ ടോപ്പിൽ. അതുകൊണ്ട് വണ്ടി വെയിലടിക്കാതെ കിടക്കുകയും ചെയ്യും, നനയുകയില്ല. നല്ല സേഫായിട്ട് നമുക്ക് പാർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അടുത്തൂടെ പോയി വേണം പോകാൻ. അതുകൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, മൂവാറ്റുപുഴയ്ക്ക്. കോതമംഗലം വഴി മൂവാറ്റുപുഴ. അപ്പോൾ കാലടിയിൽ നിന്ന് നമ്മൾ മലയാറ്റൂർ കൂടിയുള്ള വഴിക്കാണ് വന്നത്. മലയാറ്റൂർ പോകണ്ട, ഇനിയിപ്പുറത്തൂടെ മലയാറ്റൂർ, കുറുപ്പമ്പടി, കോതമംഗലം, കീഴിലം ഒക്കെ. എങ്ങനെയുണ്ട് ഹൈലക്സ് ഓടിച്ചിട്ട്? അടിപൊളി ആണോ? പവറാണോ? പവർ ഇട്ടിട്ട് ചവിട്ടിയാൽ നല്ല പവറാണ്. നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയെ കുറിച്ച് ആരും ഇപ്പൊ ചോദിക്കുന്നില്ല. ഇല്ല. പക്ഷെ അങ്ങനല്ല, ആവുന്നേ ഉള്ളൂ. ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി നിരത്തിലേക്ക് എത്തും. ആരും അന്വേഷിക്കുന്നില്ല. മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. മറക്കത്തൊന്നുമില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നെ സജ്ജേട്ടനെ കൂടെ കാണുമ്പോ എല്ലാരും കല്യാണം ആലോചിക്കുന്നുണ്ട്.
ഞാനിപ്പോ കല്യാണമൊന്നും കഴിക്കുന്നൊന്നുമില്ല. ആക്ച്വലി എൻ്റെ ഒരു ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി സന്യാസത്തിന് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ സച്ചിച്ചേട്ടന് സന്യാസത്തിനോടൊന്നുമല്ല, കല്യാണത്തിനോട് നല്ല താല്പര്യമുണ്ട്. കല്യാണപ്രായമായിട്ടുണ്ട്, അതുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. അതെ ആലോചിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അതെ അല്ല, താല്പര്യമുള്ള മാതാപിതാക്കൾ അതെ മാതാപിതാക്കൾ ബന്ധപ്പെടണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ളവരൊക്കെ ബന്ധപ്പെട്ടു. എന്താ സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി, അതെ ദുശീലങ്ങൾ ഒന്നുമില്ല, സർവോപരി സർവോപരി സൽഗുണ സമ്പന്നൻ, അതെ ശാന്ത സ്വഭാവം. പിന്നെ ഇപ്പൊ ഒരു ഹൈലക്സ് 2 കാറുണ്ട് വീട്ടില്, അതെ 2 നില വീടുണ്ട്. പിന്നെ ഫുൾ പാക്കേജ് ആണ്. കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. പിന്നെ മുത്തിനെ സംബന്ധിച്ച് അങ്ങനൊന്നുമല്ല. മുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും പറയുന്ന ഒരു ആളെ വീട്ടുകാര് പറയുന്ന ചെറുക്കനെ മാത്രമേ കല്യാണം കഴിക്കൂ. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയത്. അതെ അതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ, ഞാൻ മറ്റേ അല്ല ഞാൻ ബദ്രിനാഥ് പോയപ്പോ തീരുമാനിച്ചായിരുന്നു നല്ല സ്ഥലം മെഡിറ്റേഷൻ പറ്റിയ കുറച്ച് കഴിയുമ്പോ അവിടെ പോയി സന്യസിക്കാൻ. ബദ്രിനാഥിലാ? അത് ഇനിയും പോകുന്നുണ്ട്, ഈ വർഷം പോകുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പം സമയമുണ്ട്. അല്ല പിന്നെ വേറെ പേരുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ട് വീഡിയോക്കകത്ത് ഇപ്പം ഒരാണും ഒരു പെണ്ണും വന്നാൽ എല്ലാവരും കല്യാണമല്ല തന്നെയാണ്. ഇനിയിപ്പം മുത്തിനും പൊന്നൂനും ഒന്നും ആരും കല്യാണം ആലോചിക്കേണ്ട കാര്യമില്ല. അത് നമ്മള് ഈ വീഡിയോക്കകത്ത് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. ഈ കല്യാണം കഴിക്കുന്നില്ലേ, കൊച്ചിനെ പഠിക്കാൻ വിടുന്നില്ല, ഇതിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ, ഒരാൾ സമാധാനത്തോടെ ജീവിക്കണ്ടേ. അതെ അത് തന്നെയല്ല, എന്തായാലും നമ്മള് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനകത്തുനിന്ന് നമ്മള് ഈ കല്യാണാലോചന നടത്തുന്നുണ്ട്. പിന്നെ പല അഭിപ്രായം പണ്ട് തൊട്ടേ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഓരോരുത്തർ കമന്റ് ഇടുന്ന, അതുകൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞത് കേട്ടോ. പിന്നെ ആവശ്യമില്ല. ഇപ്പൊ എല്ലാത്തിനും ഈ ഒരേ അർത്ഥം അല്ലല്ലോ. ഒരാണും പെണ്ണും കണ്ടാ വളരെ കല്യാണം കഴിക്കും. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താ, ആദ്യം ചായക്കൊച്ചായി. അതെ അതുപോലും ചിന്തിക്കുന്നില്ല. ഉടനെ അങ്ങ് അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോന്നാ നമ്മള് ചിന്തിക്കുന്നത്. അതെ അതെ അതൊക്കെ അങ്ങനെയൊന്നും അല്ല. ഇച്ചിരൂടെ ഈ ഇങ്ങനെ പറയുന്നവരുടെയൊക്കെ എന്നാ പറയുന്നേ, കാഴ്ചപ്പാട് ഇച്ചിരൂടെ മാറാനിരിക്കുന്നു. അതല്ലേ. അതെ ഇവിടെ നമ്മൾ വീണ്ടും പെരിയാർ ക്രോസ് ചെയ്യാം. അപ്പോൾ അതെ ഇങ്ങനെ വന്നപ്പം ഇവിടെ കുറേ നാടൻ സാധനങ്ങൾ ഇരിക്കുന്നു. മംഗോസ്റ്റിൻ, മാങ്ങാപ്പഴം, കപ്പളങ്ങ, ചക്ക, റംബുട്ടാൻ, നാരങ്ങ, കറി നാരങ്ങ ഉണ്ട്, നാരങ്ങ. എന്നാലും വേണമെന്ന് വിളിച്ചു വെച്ചേ, നാരങ്ങ വല്ലതും. മംഗോസ്റ്റേ ഈയിടെ നമ്മൾ അവിടെ നിന്ന് എത്ര രൂപയ്ക്ക് മേടിച്ചെന്നറിയോ? 400 രൂപ കിലോ, ഇവിടെ 150 രൂപ. അപ്പോൾ നമ്മൾ കുറേ സാധനം മേടിച്ചു. എന്നൊക്കെയാ മേടിച്ചേ? കപ്പളങ്ങ മേടിച്ചു, കടച്ചക്ക മേടിച്ചു, മംഗോസ്റ്റ് മേടിച്ചു, റംബൂട്ടാൻ മേടിച്ചു. മാങ്ങ ഇല്ലേ? മാങ്ങ പറഞ്ഞില്ലേ? മാങ്ങ പറഞ്ഞില്ല, മാങ്ങ വേണ്ടാന്ന് പറഞ്ഞു. കുറിച്ചിലക്കോടാ ഇത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വലത് തിരിഞ്ഞ് ഇടത്ത് തിരിഞ്ഞു, വലത്ത് മാറി ഇടത്ത്. അത് തന്നെ. അപ്പോൾ നമ്മളിതേ വന്ന് പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പമ്പടി എത്തി. ഇന്ന് മൊത്തം കറക്കമാണ്. ഏറ്റുമാനൂരിൽ നേരെ നമ്മൾ തലയോലപ്പറമ്പ് വഴി ചോറ്റാനിക്കര വഴി കളമശ്ശേരി വന്ന് ആലുവ വന്ന് അവിടുന്ന് കാലടി വന്ന് അങ്ങനെ കറങ്ങിയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഇതേ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, കുറച്ച് ദിവസത്തോടെ എടുക്കും. അതെ ഡീറ്റെയിൽ പണികളൊന്നും ഇപ്പം കാണിക്കുന്നില്ല, അതൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതെ ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയധികം ഒന്നും വ്യത്യാസമായിട്ടില്ല. ഒക്കെ ആയി ബാക്കി കുറേ അകത്തേക്ക് പണികളൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് പിന്നെ പണി തീരുമ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുപോലെ ഇനിയുള്ള പണികൾക്കാണ് താമസം വരുന്നത്. ചില്ലറ പണികൾ ഒരുപാടുണ്ട്, ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ ഒരുപാട് പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ചെയ്താലേ ഒരു സുഖമാവുള്ളൂ അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. ആളെയൊക്കെ കണ്ട് കുഴപ്പമൊന്നുമില്ല, ആള് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നാ പറയുന്നത്, ഒരു മാസം കഴിയായിരിക്കും. 1 മാസം കൂടെ അറിയത്തില്ല. 1 മാസം ഒന്ന് ഉദ്ദേശിച്ച് ഇവിടെ കൊണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ 2-3 മാസമായി. ഇനി 1 മാസം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം കുറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലായിട്ട് ചെയ്യാം. എന്നാൽ പിന്നെ പോയേക്കാം. ചലോ പോട്ടെ പറഞ്ഞു പോട്ടെ. മൂവാറ്റുപുഴയായി. രാവിലെ ഒരു തിരക്കുമില്ലായിരുന്നു ഈ വഴിയിൽ. പുതിയ ഡ്രൈവർ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര ബ്ലോക്കാണ് വഴിയിൽ. എല്ലാം എൻ്റെ ടൈമിംഗ്. അത് ഓരോ ഡ്രൈവർക്ക് അനുസരിച്ചാണ് അതെ ഇത് കിട്ടുന്നത്.
സമയം 5:45 കണ്ടോ. ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞിട്ടും തിരക്കുണ്ട്. ഇവിടെ എല്ലാം പണി തീർന്നപ്പോൾ നല്ല റോഡിന് നല്ല വീതിയായി. കൊട്ടയം 55 കിലോമീറ്റർ. ഇടുക്കി തൊടുപുഴയൊക്കെ ലെഫ്റ്റിലേക്ക്. KSRTC ബസ് സ്റ്റേഷൻ മൂവാറ്റുപുഴ. ഡ്രൈവറെ കുലുക്കാതെ ഓടിച്ചേ. കുലുക്കൊന്നുമില്ല. ഇത്ര നേരം ഉണ്ടല്ലോ പുറകിരുന്ന് ഞങ്ങൾ എടുത്തിയാട് വരുന്നു. അതായത് ഞങ്ങൾ ആ ഇന്നോടെ പുറയിരുന്ന് അനുഭവിച്ചത് എനിക്കറിയത്തില്ലല്ലോ. നടുവിന്റെ ഇടപാട് എന്നാ അന്നേ നമ്മളവിടെ സിക്കിം വെച്ചേ ആ ഉണ്ണിയാണ്. അയ്യോ അയ്യോ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു, രണ്ടുപേർക്ക് നടുവിന് ഡിസ്കിന് നല്ല കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് പതുക്കെ പോണം. അതൊന്നും അവന് വിഷയമല്ലല്ലോ. എന്റെ അല്ലല്ലോ നടുവെന്നൊക്കെ. അതെ, അവന്റെ വീട്ടുകാരെ കൊണ്ട് ഇതിലും ഭയങ്കര ഇതിലാ പോകുന്നതെന്നൊക്കെയാന്ന് പറഞ്ഞേ. ഓർക്കുന്നുണ്ടോ? അപ്പം അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ഇതുവരെ ഇത്രയും യാത്ര ചെയ്തിട്ട് ആദ്യത്തെ ഒരു സംഭവം. അതിനും കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഡ്രൈവർ മാന്യനായതുകൊണ്ടാണ് നമ്മളെ അവിടെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടത്. നമ്മള് മാന്യനായോണ്ട് അവന്റെ പൈസ കൊടുത്തത്. ഇല്ല നമ്മള് വഴിക്ക് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി വിളിച്ചു പോന്നേനെ. ആ പിന്നെ അപ്പനെ തല്ലിയാലും 2 വശം ഉണ്ടല്ലോ ആൾക്കാര്. അതെ, ആ അമ്മയാണേലും അപ്പനാണേലും. അപ്പൊ അതുകൊണ്ട് നമ്മള് മര്യാദക്കാരായോണ്ട് അവിടെ വന്ന് പറഞ്ഞ പൈസയും കൊടുത്തു. 3 ഇരട്ടി പൈസ മേടിക്കുന്നത് അവിടെ. ആ ഒരു കുഴപ്പമില്ല. 11,000 രൂപ 50 കിലോമീറ്റർ പോകുന്നതിന് മേടിക്കുന്ന വണ്ടിക്കാര്. അതിനകത്ത് പാസ് എടുക്കുന്നതിന് വേണേ 1000 രൂപ ആവുമായിരിക്കും. പാസ് എടുക്കുന്ന 1500 രൂപ ഒന്ന് ഓടിക്കും. 1500 ഉള്ളൂ ഒരാൾക്ക്. 200 രൂപ റേഞ്ചിലാണ്. ആ അതെ. അപ്പം അത്രയും ഭയങ്കര കൊള്ളയാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാരും സപ്പോർട്ടും. ഏതാ അവിടെ നിന്നുള്ള ഈ ടൂർ ഓപ്പറേറ്റർ അടക്കം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മള് പ്രതികരിക്കാൻ പോയുണ്ടല്ലോ. ഞാൻ ഓർത്താ വന്നിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ടാണേലും ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് പോരണമെന്ന്. നമുക്ക് അതിന് സമയമില്ലാത്തോണ്ട്. അതെ, അടുത്ത ആൾക്കാരോടും ഒരനുഭവം ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരോട് അങ്ങനെ ഇല്ല. പിന്നെ പൊതുവെ എല്ലാരും പറയുന്നത് സിക്കിമിലെ ആൾക്കാർ ശാന്ത സ്വഭാവക്കാരാണ്. അങ്ങനെ ഇങ്ങനെ അല്ല, എല്ലാരും അല്ലല്ലോ, അതിലൊരാളല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചില്ലേ. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവും, നല്ല ആൾക്കാരും മോശം ആൾക്കാരും നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടല്ലോ. ഉണ്ട്. എല്ലാരും പറയും പക്ഷെ അതൊക്കെ ശരി. പക്ഷെ നമ്മുടെ ഇവിടെ ആണേലും ടാക്സിക്കാരൊന്നും ഇത്രയും മോശമായിട്ട് ആരും ഉണ്ടാവില്ല. ടൂറിസ്റ്റുകൾ വന്നാലേ അവർക്ക് വന്നൊന്ന് ഫ്ലൈറ്റുകളൊക്കെ ഓരോ ടൈം ചാർട്ട് ചെയ്താ വരുന്നത്. ഇതിനൊന്നും നിക്കാൻ സമയമില്ല, അവർക്കും അറിയാം. അതുകൊണ്ടും കൂടെ ഇത്രയും അവര് അതെ ഈ ചിലപ്പോ എവിടെയെങ്കിലും പോയിട്ട് ഫ്ലൈറ്റിന്റെ ടൈമിനകത്ത് തെറുതി വെച്ചായിരിക്കും പോരുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിനൊന്നും നിക്കാലെന്നുള്ള ഒരു ഇതുണ്ടേ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർക്ക്, നമുക്ക് ആൾക്കാരെക്കാളും കൂടുതൽ ഇഷ്ടം വണ്ടിയെ. അതെ, വണ്ടി നന്നായിട്ട് നോക്കും, അതനുസരിച്ച് ഓടിക്കത്തുള്ളൂ. ഇത് മെയിൻ്റെനൻസും ചെയ്യും. ഒന്നും ചെയ്യത്തില്ല. ഇല്ല, ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാത്ത വണ്ടി. 6 രൂപ എന്ന് ടയർ തീരുന്നിടം വരെ ഓടിക്കുക, പൊട്ടിക്കയം മാറുക എന്നുള്ളൂ. നമ്മളെ ഈ പറഞ്ഞ നമ്മൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞില്ലേ, അവിടെ നല്ല ആൾക്കാരെ അങ്ങനെ അവര് നമ്മളെ വഴിക്ക് ഇറക്കി വിട്ടിട്ട് പോരണ്ടായിരുന്നു. നമ്മളെങ്ങനെ ആ വണ്ടി ഇരുന്നെന്ന് ആ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ജീവൻ പണയം വെച്ചാൽ അതിനകത്ത് ഇരുന്നേ. പിന്നെ നമ്മൾ ഒരുപാടും വീഡിയോ ഒന്നും അധികം എടുത്തില്ല. എന്തേരം അതിലും റഫായിട്ട് ഓടിച്ചോ എന്തേരം വീഡിയോ ഉണ്ടായിരുന്നു, നമ്മളത് എടുത്തൊന്നുമില്ല. ഓപ്പോസിറ്റ് വരുന്നവരുടെ എല്ലാം മെക്കിട്ട് കയറാൻ പോവാ. ഏത് അവിടെ ഉള്ള വണ്ടി വരണം പതുക്കെ പോകുന്ന കണ്ട ഉടനെ അവനെ എന്തേലും പറഞ്ഞ് അതിലങ്ങ് കയറി പോവാ. അങ്ങനെയൊക്കെ ഓടിക്കുന്നേ എന്ന് പറഞ്ഞാൽ പുള്ളി മാത്രമേ ഉള്ളൂ ഡ്രൈവറായിട്ട് അവിടെ. ഹിൽ ഡ്രൈവറാ ഭയങ്കര. 6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹിൽ ഡ്രൈവറാണ്. എനിക്ക് ഒരു വണ്ടി ഓടിക്കാൻ അറിയില്ല. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, അതാ ചോദിച്ചില്ല. അതാ പുള്ളി മറ്റേ പുള്ളി മറ്റേ ടൂർ ഓപ്പറേറ്റർ ചോദിച്ചപ്പോഴാ പറഞ്ഞു. അവൻ എത്ര വയസ്സുണ്ട്? 10-23 വയസ്സ് കാണും. അതാ ഞാൻ ഇടയ്ക്ക് അവനോടൊന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞപ്പം വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. അത് നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അതൊരു പ്രായം ഒരു വലിയൊരു ഘടകമാണ് ഈ ഡ്രൈവിങ്ങിനകത്ത്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. പ്രായം ഒരു ഘടകമാണെന്ന് പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രായം കുറഞ്ഞ പറഞ്ഞല്ല അല്ലല്ല എന്നെ പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, ഇപ്പൊ പ്രായം കുറഞ്ഞ ഒരാള് ഇപ്പൊ ഒരിടത്ത് പോയി ഇപ്പം ഇനി 2 വണ്ടി തമ്മിൽ തട്ടുവാന്ന് വിചാരിച്ചോ, ചിലപ്പോ പ്രായം കുറഞ്ഞ ആളുടെ ഭാഗത്തായിരിക്കും ന്യായം. പക്ഷെ അപ്പൊ പ്രായം കൂടിയ ആളുടെ അടുത്ത് എല്ലാരും നിൽക്കുള്ളൂ. അതൊരു കാര്യം ശരിയാ കേട്ടോ.
അനുഭവത്തിന്റെ വെളിച്ചത്തിലാ ഇതൊക്കെ പറയുന്നത്. അയ്യോ, അത് പൊതുവെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ എന്നാൽ നല്ല രീതിയിൽ ഓടിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. ഇപ്പൊ ആദ്യം ഡ്രൈവിംഗ് ഓടിക്കുന്നവര് എത്ര പേര് പതുക്കെ സൂക്ഷിച്ച് അതുപോലെ ഓടിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം കൂടെ അതിൻ്റെ ഒരു അടിസ്ഥാനം. അത് ആദ്യം തന്നെ നമ്മള് വേണ്ടെന്ന് പറയണ ഓപ്പറേറ്റർ വേറെ ആളെ വിടാന്ന് പറഞ്ഞപ്പോ വണ്ടി നിർത്ത. അതൊക്കെ ചുമ്മാ അത് ചുമ്മാതാ. എന്താന്നറിയോ, അവൻ എന്നാ പറഞ്ഞേ, കുറച്ച് മുന്നോട്ട് പോരും, നിങ്ങൾ അവിടെ വേറെ ആളെ വെച്ചേക്കുന്നത്. ചുമ്മാതാ. അതെന്താന്ന് വെച്ചാൽ അന്നേരം വണ്ടിക്ക് അതുപോലെ ടൈറ്റാ. അത് നമ്മള് ഇതും കൊണ്ട് പോകുന്നു അറിയാം, ആള് വന്നില്ലല്ലോ, അത് ചുമ്മാ എനിക്ക്. പിന്നെ ആദ്യം തന്നെ ഇവരെ വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് തന്നെ അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവന് നമ്മൾ വില കൽപ്പിച്ചില്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ, ഒന്ന് ഇത്രയും ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ വണ്ടി പോയി ഏതെങ്കിലും കുഴി ചടി എവിടെയെങ്കിലും കിടന്നാൽ അവരെ സംബന്ധിച്ച് വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ഒരു ഫാമിലി മൊത്തമായി വണ്ടിക്കകത്തിരിക്കുന്നത്, ഒരു കുടുംബത്തിലെ എല്ലാവരും ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരുന്ന നഷ്ടം എന്താ? അന്യം പരിക്ക് പറ്റി അവിടെ കിടന്നാൽ പോലും എടുത്തോണ്ട് പോകാൻ ഒരു മനുഷ്യനും കാണത്തില്ല. പിന്നെ ഇതിൽ ഏറ്റവും നമ്മള് വന്നപ്പോഴെന്താ പറഞ്ഞേ, എനിക്ക് ഫുൾ ഓടിയെത്തി പാട്ട്, എനിക്ക് ഉറക്കം വരുന്നു. വണ്ടി അങ്ങ് എടുത്തപ്പോഴേ അവൻ പറഞ്ഞ വാക്കതാ, പാട്ട് ഞാൻ നിർത്തി വെക്കാൻ പറഞ്ഞു. ഇത് അവൻ ഇത്ര വേണ്ട, പാട്ട് നിർത്താൻ. അന്നേരം പറയാ, പാട്ടില്ല, എനിക്ക് ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരുമെന്ന്. ഉറങ്ങിയിട്ടില്ല. ആ, എങ്ങനുണ്ട് ഇതൊക്കെ? പിന്നെ എന്നാ പറയാനാ. അവിടെ ശരിക്കും പിന്നെ നമ്മുടെ ഒരു ദിവസം പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ അന്ന് അവിടെ ക്യാൻസൽ ചെയ്ത് പിറ്റേ ദിവസം പോയാൽ മതിയായിരുന്നു. അതായിരുന്നു നമുക്ക് നല്ലത്. പിന്നെ വരണ്ട ഒരു ദിവസം അങ്ങനെ കളയാനില്ലാത്തതുകൊണ്ട് അല്ല, ഇനി വേറൊരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ളിടത്തൊന്നും ടാക്സി വിളിച്ച് പോകുന്ന പരിപാടി ഇല്ല. പോയില്ലെങ്കിൽ പോയില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലത്തേ പോവുള്ളൂ. അത് തീരുമാനിച്ച കേസാ. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വരിക. നമ്മളിപ്പോൾ ആരെയും ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് നാട്ടിലില്ലാത്ത 4 ഇരട്ടി പൈസയും കൊടുത്തിട്ട് അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണം. അവൻ്റെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ വണ്ടി കയറും, നമ്മുടെ ജീവൻ പണയം വെച്ച് നമ്മൾ വണ്ടി ഇരിക്കുകയും ചെയ്യണം. എന്തിനാ അതിൻ്റെ ആവശ്യം? അല്ല, ഓർത്ത് നോക്കിയേ, പല പ്രാവശ്യം വണ്ടി ഇടിക്കുമെന്ന് നമ്മൾ ഓർത്തല്ലേ. ഇത്ര കുഴപ്പമില്ല വന്നാൽ നമ്മുടെ ഭാഗ്യത്തിനാ. അതുപോലെ ഒരു ഇതായിരുന്നു. എന്തായാലും ഓട്ടെ, ഇനിയിപ്പോൾ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും വരാതെ നോക്കാന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡ്രൈവറെ ശാലം ചാടിക്കാതൊക്കെ മര്യാദക്കൊക്കെ പോകണം. കുറെ ഇരിക്കുന്നവരൊക്കെ ശാലം പ്രായമായവരൊക്കെയാ, നടുവിനൊക്കെ ഉള്ളതാ. അല്ല, വേറെ കാര്യമുണ്ട്. ഇത് ടാക്സി ഒന്നും അല്ല. ഇത് വണ്ടിക്ക് പറഞ്ഞിട്ടുള്ള കുലുക്ക. അല്ല, ഇത് പ്രൈവറ്റ് വണ്ടിയില്ലേ, ടാക്സി ഒന്നും അല്ലല്ലോ. വണ്ടി വിളിച്ചു പോകുന്നു. അതെന്നാന്നറിയോ, ടാക്സി ഓടിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഒത്തിരി ടാക്സി ഓടിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ വണ്ടി വിളിച്ച ആളല്ല, അല്ലാതെ ഒരാൾ ഈ സൈഡിൽ ഞാൻ ഓടിക്കുമ്പോൾ ഇവിടെ കയറിയിരുന്നാലും വളരെ ശ്രദ്ധിച്ച് ആ ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേ ഞാൻ ഓടിക്കുള്ളൂ. പെട്ടെന്ന് ഒരു ചായ വെച്ചോ, ഏക്കാലും വീട്ടിലാരും ഇല്ല. ചായയോ? ചായയോ കാപ്പിയോ? ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ചായ വെച്ചോളാൻ പറഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരും ഞാൻ ചായ വെക്കാനോ? പിന്നെ തന്നോട് വെച്ചോളാനാ പറഞ്ഞേ, ചായ വെച്ച് കുടിച്ചോളാന്നാ പറഞ്ഞേ. അത് വണ്ടി ഇരിക്കുന്ന എല്ലാരോടും പറഞ്ഞേ. തന്നോട് ചായ വെച്ച് തന്നാൽ ഞങ്ങൾ കുടിക്കും. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, കൈപ്പുണ്യം ഉണ്ടോ. പിന്നെ ഞാൻ ചായ ഒക്കെ വെച്ചാണ്, ചായ വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഒക്കെ വെച്ചത്. അതെ, എന്നാ നമുക്ക് ഇത് നോക്കാം. എങ്ങനെ മാത്രമല്ല, ചായ ഒക്കെ വെക്കാൻ അറിയാവോന്ന് അറിയണ്ടേ? ചായ ഇട്ടുണ്ടോ വന്നിട്ട് എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ? ഞാൻ കുടിച്ചില്ല. എനിക്ക് കടുപ്പ് ഒന്നും അറിയത്തില്ല, ഞാൻ ചായ കുടിക്കാറില്ല. എന്നാലും കുഴപ്പമില്ല. ആദ്യമായിട്ട് ഒരു ചായ കൈ കൊണ്ടിട്ട് കിട്ടി അല്ലടാ. കട്ടൻ ചായ ഇട്ടുണ്ടല്ലോ, കട്ടൻ കാപ്പി ഇട്ടുണ്ടല്ലോ. അതെന്താ? അതൊന്നും പറഞ്ഞ കാര്യമില്ല. എനിക്ക് ചായ പൊതുവെ ഞാൻ കുടിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ടേസ്റ്റും മര്യാദയ്ക്ക് അറിയത്തില്ല. ഞാൻ കൊച്ചിലേങ്ങാണ്ട് ചായ കുടിച്ച. അപ്പോൾ അതെ, അമ്പലത്തിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചോ? ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു അല്ലേ, നല്ല ചായയായിരുന്നു. പിന്നെ ചായ ഇട്ട് തന്നോ? അല്ല, മുത്തന്നെ ചായ വെച്ചു. നിങ്ങളെ പോയ കാര്യമൊക്കെ എന്നെ വണ്ടിയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. വണ്ടിയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പോന്നു. 2-3 ദിവസം എടുക്കും. എന്നിട്ടാണ് ഇത്രയും താമസിച്ചേ? ഞങ്ങളിങ്ങനെ കറങ്ങിയാ വന്നേ. വളഞ്ഞ വഴിക്കാ വന്നല്ലേ. പിന്നെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ? എത്ര നാളായി? ജവാനൊക്കെ പോയി കണ്ടിട്ടാ വന്നേ. കണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഉടനെ എങ്ങാനും കൊണ്ടുവരാറാവോ? ഡിസ്ചാർജ് 1 മാസത്തിനകം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആണോ? ഇനി 1 മാസം എടുക്കല്ലേ? അതെ.
എൻ്റെ റെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ തന്നെ റെഡിയാവും. കുഞ്ഞിക്കിളി, പുതിയ കൂട്ടുകാരെ കിട്ടിയോ? പുതിയതല്ല, പഴയതുണ്ട്. പഴയ കൂട്ടുകാരുണ്ടോ? കുഴപ്പമില്ല, ഹാപ്പിയാ. കുഞ്ഞിക്കണ്ണന് ഹാപ്പിയാ. അവന്റെ കൂട്ടുകാരും അതൊക്കെ തന്നെ. ആണോ? കഴിഞ്ഞ വർഷം വേറെ ക്ലാസ്സിലല്ലായിരുന്നോ? എന്ത് കരച്ചിലായിരുന്നു. അതെ. ഇനി എന്റെ യാത്ര അടുത്ത വെക്കേഷനേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി വ്ളോഗിലൊക്കെ വരാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.